നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദീർഘവും പ്രചോദനാത്മകവുമായ യാത്രയിൽ ഗാനങ്ങളും കലയും പ്രസ്ഥാനങ്ങളുടെ ആത്മാവായി മാറുകയും കൂട്ടായ വികാരത്തെ പ്രവർത്തനത്തിലേക്ക് രൂപപ്പെടുത്തുകയും ചെയ്ത നിരവധി നിർണായക നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ സൈന്യത്തിൻ്റെ യുദ്ധഗീതങ്ങളായാലും സ്വാതന്ത്ര്യ സമരകാലത്ത് ആലപിച്ച ദേശഭക്തി ഗാനങ്ങളായാലും അടിയന്തരാവസ്ഥ കാലത്തെ യുവാക്കളുടെ ധീരമായ ഈണങ്ങളായാലും ഭാരതീയ സമൂഹത്തിൽ ഗാനങ്ങൾ എപ്പോഴും കൂട്ടായ ബോധത്തെയും ഐക്യത്തെയും ഉണർത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഭാരതത്തിൻ്റെ ദേശീയ ഗീതമായ വന്ദേ മാതരവും ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ കഥ ആരംഭിച്ചത് യുദ്ധക്കളത്തിലല്ല, മറിച്ച് പണ്ഡിതനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ശാന്തവും എന്നാൽ ദൃഢനിശ്ചയമുള്ളതുമായ മനസ്സിൽ തന്നെയാണ്. 1875 ജഗഗാത്രി പൂജയുടെ ശുഭവേളയിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിത്യഗാനമായി മാറുന്ന ഗീതം രചിച്ചു. പവിത്രമായ ആ വരികളിൽ രാജ്യത്തിൻ്റെ ഏറ്റവും ആഴമേറിയ നാഗരിക വേരുകളിൽ നിന്ന് അദ്ദേഹം പ്രചോദനം ഉൾക്കൊള്ളുകയായിരുന്നു. അഥർവവേദത്തിൻ്റെ മാതാഭൂമി പുത്രോ അഹം പൃഥ്വിവ എന്ന പ്രഖ്യാപനം മുതൽ ദേവി മഹാത്മ്യത്തിലെ ദിവ്യമാതാവിനെക്കുറിച്ചുള്ള പ്രാർത്ഥന വരെ ഇതിന് ആധാരമായി. ബങ്കിം ബാബുവിൻ്റെ വാക്കുകൾ ഒരേ സമയം പ്രാർത്ഥനയും പ്രവചനവുമായിരുന്നു. വന്ദേമാതരം വെറും ദേശീയ ഗീതമോ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ജീവരക്തമോ ആയിരുന്നില്ല. ബങ്കിം ചന്ദ്രയുടെ സാംസ്കാരിക ദേശീയതയുടെ ആദ്യ പ്രഖ്യാപനമായിരുന്നു അത്. ഭാരതം വെറും ഭൂമിശാസ്ത്രപരമായ പ്രദേശമല്ല, മറിച്ച് ഭൂപടത്തിലെ വരികളിൽ ഒതുങ്ങാതെ പൊതുവായ സംസ്കാരം, സ്മരണ, ത്യാഗം, വീര്യം, മാതൃത്വം എന്നിവയാൽ ഐക്യപ്പെട്ട ഭൂസാംസ്കാരിക നാഗരികതയാണ് എന്ന് അത് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇത് വെറും ഭൂമിയല്ല, അത് ഭക്തിയും കർത്തവ്യബോധവും കൊണ്ട് പുണ്യമായ തീർത്ഥമാണ്, ഒരു പുണ്യഭൂമിയാണ്. മഹർഷി അരബിന്ദോ വിവരിച്ചതുപോലെ ബങ്കിം ആധുനിക ഭാരതത്തിൻ്റെ ഋഷി വര്യനായിരുന്നു. അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ വീണ്ടും ഉണർത്തി. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം വെറുമൊരു നോവലായിരുന്നില്ല, സുഷുപ്തിയിലായിരുന്ന ജനതയെ അതിൻ്റെ ദിവ്യശക്തി വീണ്ടും കണ്ടെത്താൻ പ്രേരിപ്പിച്ച ഗദ്യമന്ത്രമായിരുന്നു അത്. ബങ്കിം ബാബു തൻ്റെ ഒരു കത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: എൻ്റെ എല്ലാ കൃതികളും ഗംഗയിൽ നഷ്ടപ്പെട്ടാലും എനിക്ക് എതിർപ്പില്ല. ഈ ഒരു ഗീതം മാത്രം അനശ്വരമായി നിലനിൽക്കും. അതൊരു മഹത്തായ ഗാനമായിരിക്കും, ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കും. ഈ വാക്കുകൾ പ്രവചനാത്മകമായിരുന്നു. കോളനി വാഴ്ചയുടെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്നിലെഴുതിയ വന്ദേമാതരം ഉണർവിൻ്റെ പ്രഭാത ഗാനമായി മാറുകയായിരുന്നു. സാംസ്കാരിക അഭിമാനവും നാഗരിക ദേശീയതയും സംയോജിപ്പിച്ച ഗാനമായി അത് മുഴങ്ങി. മാതൃഭൂമിയോടുള്ള ഭക്തിയാൽ തൻ്റെ ഓരോ അണുവിലും അനുരണനം ചെയ്ത ഒരു മനുഷ്യന് മാത്രമേ അത്തരം വരികൾ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. വന്ദേമാതരം സ്വാതന്ത്ര്യത്തിൻ്റെ ഗാനമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ദൃഢനിശ്ചയത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഉണർവിൻ്റെയും ആദ്യ മന്ത്രവുമാണ്. ഒരു ജനതയുടെ ആത്മാവിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന വാക്കുകൾ അനശ്വരമാണ്. അവ യുഗങ്ങളിലൂടെയും തലമുറകളിലൂടെയും മാറ്റൊലികൊണ്ട് ജീവിക്കുക തന്നെ ചെയ്യും. ഈ പുണ്യമന്ത്രം നിതാന്തമായി പ്രതിധ്വനിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ചരിത്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ എന്നിവയെ ഭാരതീയതയുടെ ദർശനത്തിലൂടെ വീക്ഷിക്കാൻ ഇത് നമ്മെ പ്രചോദിപ്പിക്കും. വന്ദേ മാതരം.